നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ആ സെറ്റിങ്സിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ഡാറ്റ ചോർന്നു പോകാനും അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഇമെയിൽ ഐ ഡി ഒക്കെ നമുക്ക് നഷ്ടപ്പെടാനൊക്കെ കാരണമാകും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആ സീക്രട്ട് സെറ്റിങ്സ് ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫോണിൽ യെല്ലോ കളറിൽ ടേക്ക് ആക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ബാക്കിയുള്ളതൊക്കെ ഗ്രീൻ മാർക്കിലാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഇത്തരത്തിൽ റെഡിലോ അല്ലെങ്കിൽ യെല്ലോ മാർക്കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ അക്കൗണ്ട് സെക്യൂർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. ഈ ഇമെയിൽ ഐ ഡി സെക്യൂർ അല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ടേക്ക് ആക്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ആ ഒരു ഇമെയിൽ ഐ ഡി സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനിലേക്ക് എത്തും. അവിടെ എന്താണ് പ്രശ്നം എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഇമെയിൽ ഐ ഡിക്ക് ഞാൻ മൊബൈൽ നമ്പറോ റിക്കവറി ഇമെയിൽ ഐ ഡിയോ ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലത്തെ താഴെ കാണുന്ന ഭാഗത്ത് സേഫ് ബ്രൗസിംഗ് കൊടുത്തിട്ടില്ല. അപ്പം ചെയ്യാനുള്ളത് നമ്മളിവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. താഴെ ഭാഗത്ത് റിക്കവറി ആയിട്ട് മറ്റൊരു ഇമെയിൽ ഐ ഡി നമുക്ക് കൊടുക്കുക. ശേഷം ഇവിടെ സേഫ് ബ്രൗസിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടിന്യൂ ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ടേൺ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സേഫ് ബ്രൗസിംഗ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇമെയിൽ ഐ ഡി എനിക്ക് സേഫ് ആണെന്ന് കാണാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയുന്നതിന് വേണ്ടി ഇവിടെ മോർ അലേർട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ 9 അലേർട്സ് എനിക്ക് കാണാനുണ്ട്. ഞാനത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിലവിൽ ഞാനിവിടെ കണ്ട എൻ്റെ ഇമെയിൽ ഐ ഡിയും മറ്റൊരു ഇമെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ 2 ഇമെയിൽ ഐ ഡിയും സേഫ് അല്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫ് ആക്കാൻ ഇവിടെ ടേക്ക് ആക്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. താഴെ ഭാഗത്തേക്ക് നോക്കുക. മറ്റ് അക്കൗണ്ടുകളൊക്കെ ഗ്രീൻ മാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് ഇതെല്ലാം സേഫ് ആണ് എന്ന് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചില മൊബൈൽ ഫോണിൽ ഈ സെറ്റിങ്സ് കാണുന്നില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.